എന്റെ പേര് തരുൺ. ഞാൻ റോംസ് ആൻഡ് റാക്സിന്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് മലയാള മനോരമ പ്രസൻസ് റോംസ് ആൻഡ് റാക്സ് പ്രോ സമ്മിറ്റ് 2025 സീസൺ 1 എഡിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ പ്രോ സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം പ്രോഗ്രാമിന്, അതായത് പെറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം പ്രോഗ്രാമുകളുടെ ഒരു കോമ്പിനേഷനാണ് പ്രോ സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോ ഉണ്ട്, ചാമ്പ്യൻഷിപ്പ് ക്യാറ്റ് ഷോ, അതുപോലെ തന്നെ ഒത്തിരി അധികം ഗെയിംസ്, നിങ്ങളുടെ പെറ്റ്സിനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി അധികം ഗെയിംസ്. അതുപോലെ നമുക്കിവിടെ ഒരു എക്സോട്ടിക് പാർക്ക് കാര്യങ്ങൾ അതെല്ലാം കാണാം. അഡോപ്ഷൻ ഡ്രൈവ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഡോഗിന്റെ ഫാഷൻ ഷോ ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം പെറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി അധികം പ്രോഗ്രാമുകൾ പാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോ സമ്മിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മളും നമ്മുടെ പെറ്റ്സും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോണ്ടുണ്ട്. ആ ബോണ്ടിനെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫെസ്റ്റിവലാണ് പ്രോ സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ ഒത്തിരി ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വീണ്ടും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ വർഷം അവസരം കിട്ടാത്ത ആളുകൾക്ക് അടുത്ത വർഷം വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കനാട് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഡോഗ് ഷോൻ്റെ ഭാഗങ്ങളാണ്. ഏപ്രിൽ 26 ക്യാറ്റ് ഷോയും അതുപോലെ തന്നെ ഏപ്രിൽ 27 ഡോഗ് ഷോവും ആണ് നടന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് 200-ൽ പരം ഡോഗുകൾ പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നു എറണാകുളത്ത് നടന്നത്. അതിൽ ഓരോ ഡോഗ്സിനും കാറ്റഗറി, അപ്പോൾ അത് ഞാൻ ഓരോ ഡിവിഷനായിട്ട് പറയാം. അപ്പോൾ ഓരോ ഡോഗിനും ഇപ്പോൾ മെയിൽ ഡോഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫീമെയിൽ ഡോഗ്സ് ഉണ്ടാവും. അതിൽ തന്നെ പപ്പി ക്ലാസ്, അതുപോലെ തന്നെ ജൂനിയർ ക്ലാസ്, ഇൻ്റർമീഡിയറ്റ്, ബ്രെഡ് ഇൻ ഇന്ത്യ, ഓപ്പൺ ക്ലാസ്, അതുപോലെ തന്നെ ചാമ്പ്യൻ ക്ലാസ്, ഇത്രയും കാറ്റഗറി ആയിട്ടാണ് ഓരോ ഡോഗും കോമ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പപ്പി ക്ലാസ്സിൽ നമുക്കൊരു 12 മാസത്തിൽ താഴെ വരുന്ന ഡോഗ്സ് ആയിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂനിയർ കാറ്റഗറി ആണെങ്കിൽ 12 to 18 മാസം, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് വരുമ്പോൾ 18 to 36 മാസം, അതുപോലെ തന്നെ ബ്രെഡ് ഇൻ ഇന്ത്യ ഓപ്പൺ ക്ലാസ്സും 12 മാസത്തിന് മുകളിലേക്കുള്ള ഏത് ഡോഗിനും കോമ്പീറ്റ് ചെയ്യാം. ചാമ്പ്യൻ ക്ലാസ്സിൽ വരുന്നത് ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് നേടിക്കഴിഞ്ഞ ഡോഗ്സുകളായിരിക്കും അതിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പപ്പി ക്ലാസ്സിൽ വരുന്നതാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു കാറ്റഗറൈസേഷൻ നോക്കുകയാണെങ്കിൽ മെയിൽ പപ്പീസ്, ഫസ്റ്റ് പപ്പി ക്ലാസ്സിൽ മെയിൽ ഇപ്പോൾ ഒരു 5 മെയിൽ ഉണ്ടെങ്കിൽ 5 മെയിൽസ് ഫസ്റ്റ് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഫീമെയിൽ മത്സരിക്കും, അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പപ്പി ക്ലാസ്, ജൂനിയർ, ഇൻ്റർമീഡിയറ്റ്, ബ്രെഡ് ഇൻ ഇന്ത്യ, ഓപ്പൺ ക്ലാസ്, ഇത്രയും കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വരുന്ന മെയിൽസ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും. അതുപോലെ തന്നെ ഫീമെയിൽസ് മാത്രമായിട്ട് ഒരുമിച്ച് നിൽക്കും. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന അത് CCക്ക് ചലഞ്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ 4 CC കിട്ടിയാലാണ് നമുക്ക് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഇന്ത്യൻ ചാമ്പ്യൻ എന്ന് ഒരു ഡോഗിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി മത്സരിക്കുന്ന ഇതാണ് CC. അപ്പോൾ ചലഞ്ച് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ CC കിട്ടണമെങ്കിൽ അതിനു വേണ്ടി മത്സരിക്കുന്ന ഈ കാറ്റഗറിയിലുള്ള എല്ലാ ഡോഗ്സും കൂടി മത്സരിക്കുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുന്ന ഡോഗിനായിരിക്കും CC വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിലും അതുപോലെ തന്നെ സെലക്ട് ആവും. അത് കഴിഞ്ഞ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ചാമ്പ്യൻസ് ഡോഗ്സിനായിട്ടായിരിക്കും പിന്നെ അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ CC കിട്ടിയ ഡോഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഡോഗ്സിനായിട്ട് ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ മത്സരിക്കും. അപ്പം അതിൽ നിന്ന് മത്സരിച്ച് ഫസ്റ്റ് കിട്ടുന്ന ഡോഗ് ഗ്രൂപ്പ് ഫസ്റ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോർമാൻ, അതുപോലെ തന്നെ ബോക്സേഴ്സ്, അതുപോലെ തന്നെ റോട്ട് വീലർ, ഇതെല്ലാം ഗ്രൂപ്പ് 2-ൽ വരുന്ന ഡോഗ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് മത്സരത്തിൽ ഇവരെല്ലാവരും ഫസ്റ്റ് കിട്ടിയ നേരത്തെ CC അല്ലെങ്കിൽ അതുപോലെ കിട്ടിയ BOB കിട്ടിയ ഡോഗ്സ് വന്നിട്ട് അവരെല്ലാവരും കൂടി ഗ്രൂപ്പിൽ മത്സരിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന ഡോഗായിരിക്കും ലൈനപ്പ് ലാസ്റ്റ് ബെസ്റ്റ് ഇൻ ഷോ ആ ഒരു കാറ്റഗറി മത്സരത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് കണ്ടിട്ടുണ്ട്, ബോക്സർ, അതുപോലെ തന്നെ ഡോർമാൻ, ഗ്രേറ്റ് ഡെയിൻ, അതുപോലെ തന്നെ അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാഷാണ്. ഡാഷിനെ ജഡ്ജ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉടനീളം
പല ബ്രീഡ്സുകളെയും പരിചയപ്പെടാനുള്ള കാണാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ ജഡ്ജ് നോക്കിയിരുന്നത് ഡാഷിൽ നിൽക്കുന്ന പൊസിഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ റണ്ണിങ് നോക്കും. അപ്പോൾ അതുപോലെ എല്ലാ ഡോഗ്സിൻ്റെയും പല മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ടീത്ത്, അവരുടെ പൊസിഷൻസ്, ബോഡി അനാറ്റമി, അതുപോലെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു ഡോഗിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്നത് റോഡ് വീലർ എന്ന് പറഞ്ഞ ബ്രീഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും പരിചിതമായതും ഫേമസുമായ ഒരു ബ്രീഡാണ്. അപ്പോൾ റോഡ് വീലറിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു ടൈറ്റായിട്ടൊരു കോമ്പറ്റീഷനായിരുന്നു റോഡ് വീലറിൻ്റെ ഭാഗത്തുനിന്നും. റോഡ് വീലർ മാത്രമല്ല, എല്ലാ ഡോഗ്സിൻ്റെ ഭാഗത്തുനിന്നും നല്ല ടൈറ്റായ കോമ്പറ്റീഷനായിരുന്നു എറണാകുളത്ത് വെച്ച് നടന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത കൊച്ചിൻ കെന്നൽ ക്ലബ്ബും അതോടൊപ്പം തന്നെ മലയാള മനോരമ പ്രസൻസ് റോംസ് ആൻഡ് റാക്സ്, ഇവരോടും വളരെ വലിയൊരു താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൽ. അപ്പോൾ നിരവധി ഡോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആയിരിക്കും വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത്. നമുക്ക് ഡോഗ്സിന് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ചൂടടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങൾ മെയിനായിട്ട് ഡോഗ് ഷോയിൽ പോകുമ്പോൾ കാണാറുണ്ട്. അതൊന്നും വരാതിരിക്കാൻ അവരൊരു AC ഹോള് തന്നെയാണ് എറണാകുളം ഡോഗ് ഷോക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാണുവാൻ വരുന്ന പ്രേക്ഷകർക്കും അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഷോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഗ്രൂപ്പ് 9 ടോയ് ബ്രീഡുകളിലെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ആകുന്ന ഡോഗ് നേരെ ലൈനപ്പ് ബെസ്റ്റ് ഇൻ ഷോ ഉള്ളൊരു കാറ്റഗറിയിലേക്ക് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബ്രീഡിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് വരുന്ന ഡോഗ്സാണ് ഈ ഗ്രൂപ്പുകളിൽ നിൽക്കുന്നത്. ഇപ്പോൾ 9th ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പിൽ ഉള്ള ഡോഗ്സിൽ ബെസ്റ്റായിട്ടുള്ള ഡോഗ്സാണ് ഈ നിൽക്കുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോഗ്സ്. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് കിട്ടിയേക്കുന്നത് ഡോഗായിരിക്കും. ബെസ്റ്റ് 1 or 2 ഡോഗ്സ് നേരെ ലൈനപ്പ് ബെസ്റ്റ് ഇൻ ഷോ എന്നുള്ളൊരു ലൈനപ്പിലേക്ക് പോകും. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത 2 ഡോഗ്സിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ ഷോ ഗ്രൗണ്ടിൽ എപ്പോഴും ഇതുപോലത്തെ സ്റ്റോൾസ് ഉണ്ടാവും. നമ്മുടെ ആക്സസറീസ്, അതുപോലെ തന്നെ ഫുഡ്സ്, അതുപോലെ തന്നെ അവരുടെ സപ്ലിമെൻറ്റ്സ്, അങ്ങനത്തെ ഉള്ള കുറേ സ്റ്റോൾസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഷോ കാണാൻ വരികയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്കൊരു പർച്ചേസും കാര്യങ്ങളെല്ലാം ഒപ്പം ചെയ്യാനുള്ള ഒരു അവസരം കൂടി എന്തായാലും കിട്ടും. ഡീടാംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ട്. 549 ആണ് MRP വരുന്നത്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് 400 rupeesലാണ്. ഇത് ഡീടാംഗ്ലിംഗ് എഫക്റ്റ് കൂടാതെ ഇതിനകത്ത് 30% മോർ മാസ് കിട്ടും. അതായത് ഒരു 500 ml ഗുണം ചെയ്യും. പിന്നെ 3 ദിവസം വരെയൊക്കെയാണ് സ്മെല്ല് നിൽക്കും. പിന്നെ ഇതിനകത്ത് കണ്ടന്റായിട്ട് വരുന്നത് ഇവിടെ ഹൈഡ്രോണിക് ആസിഡ്, ഹൈഡ്രോലൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ, അലോവേറ ഒക്കെയാണ്. ഇതിന് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്. ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. സബ്മിറ്റ് തന്നെ ഷോ വന്നപ്പോൾ സോ നൈസ്, എല്ലാവരും അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ക്യാപ്സിനും ഡോഗ്സ്, കുറേ ഓണേഴ്സിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും കുറേ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നമുക്കിവിടെ കുറേ സ്റ്റോർ ഉണ്ടായിരുന്നു. തിരിച്ചിട്ട് കുറേ കുക്കീസ്, സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എറണാകുളം പെറ്റ്ഷോയുടെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഒരു പെറ്റ്സിനെയും കൊണ്ട് അവിടെ ചെന്നിട്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനുള്ളൊരു അവസരം കാര്യങ്ങളെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി ഡോഗ്സും അതുപോലെ തന്നെ ക്യാറ്റ്സൊക്കെ ആയിട്ട് ഫാമിലീസ് കാര്യങ്ങളെല്ലാം അതിനുള്ളിൽ വന്നിട്ട് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേഡ്സ് ആയാലും ഒരു എക്സോട്ടിക് ബേഡ്സിൻ്റെ അല്ലെങ്കിൽ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടോയ്സ്, അതുപോലെ തന്നെ സ്നേക്സ്. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഈവനിങ് ഒക്കെ എപ്പോഴും ഭയങ്കര ഒരു റഷ് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഫാമിലീസ് എല്ലാവരും വന്നിട്ട് നല്ലൊരു
നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ചിലവർ ചിലപ്പോൾ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ എന്തായാലും അവരത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വരാൻ അവസരം കിട്ടാത്തവരും അല്ലെങ്കിൽ ഇത് അറിയാതെ പോയിക്കണവരും അടുത്ത പ്രാവശ്യം വന്ന് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പ്രോഗ്രാമാണ്. പെറ്റ്സിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളവരെല്ലാവരും നെക്സ്റ്റ് ടൈം വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ കൂടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാനും അത് സഹായിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ ചെയ്തൊരു ഡോഗാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഉള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒട്ടനവധി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള പേഴ്സൺസ് ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വീട്ടിലെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ നമുക്ക് ബേസിക് സിറ്റ് അങ്ങനെ ഡൗൺ നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ആ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ട്രെയിനിങ് ചെയ്യാം. അതല്ല, പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ആണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ വൈഫും കുട്ടികളും മാത്രം ഉള്ളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ, അവർ പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ആരെങ്കിലും പുറത്തുനിന്ന് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂബി മാക് എന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ അവരൊരു പ്രസൻറ്റേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരിത് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോഗ് ഷോൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ബെസ്റ്റ് ഇൻ ഷോ, ഈ ഷോയിലെ ബെസ്റ്റ് ഡോഗിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ആയ ഡോഗ്സ് ഇവിടെ വന്നിട്ട് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരുവിധം എല്ലാ ഡോഗ്സും ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിലായിരിക്കും ഇനി മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ സ്റ്റേജിൽ വന്നിട്ടാണ് ജഡ്ജ് ബെസ്റ്റ് ഇൻ ഷോ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അതിപ്പോൾ 2 ജഡ്ജ്, ഇപ്പോൾ എറണാകുളം ഷോയിൽ നമുക്ക് 2 ജഡ്ജസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ജഡ്ജസും ഓരോരുത്തർ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് ഇൻ ഷോ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ എല്ലാ പ്രൈസുകളും പോകും. അപ്പോൾ ഇതിലുണ്ടായിരുന്ന എല്ലാ ഡോഗ്സും നല്ല ക്വാളിറ്റി ആയിരുന്ന ബ്രീഡ്സാണ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ലോണം കാണികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിലാണ് ഡോഗ്സ് എല്ലാം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡോഗ് ഷോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം വന്ന് കാണാൻ
ഞാൻ പറയുകയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ബെസ്റ്റ് ഡോഗ്സ് എല്ലാം ഇതിൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് ഡോഗിനെ കണ്ടെത്താനുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ ജഡ്ജസിനും ഓരോ രീതിയിലായിരിക്കും അത് ഒരു സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ജഡ്ജാണെങ്കിൽ ജഡ്ജ് ഒരു 4-5 ഡോഗ്സിനെ നിർത്തിയിട്ട് അവരിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ബാക്കി അടുത്ത ഒരു ലൈനപ്പായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് പോരുന്നത്. അപ്പോൾ കുറച്ച് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുള്ളൂ. ഇപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഡോഗ്സും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ജഡ്ജസിന് ശരിക്കും ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഡോഗിന് തന്നെയാണ് ഈ പ്രാവശ്യം ബെസ്റ്റ് ഇൻ ഷോ കൊടുത്തേക്കുന്നതും. വന്ന എല്ലാവർക്കും ബിഗ് കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലാ ഡോഗ്സിനെയും ട്രെയിൻ ചെയ്ത് അത്രയും നല്ല ക്വാളിറ്റിയോടെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജഡ്ജിന് ഏറ്റവും ഇഷ്ടമായ ഡോഗ്സിനെ വീണ്ടും ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. അടുത്ത ഊട്ടി ഷോയുടെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.